ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിവൺ. അന്നേരം ഇന്ന് നല്ലൊരു പ്രഭാതമാണ്. നമ്മള് ഇന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ നമ്മള് വൈകിട്ട് ഷോപ്പിൽ പോയില്ലയോ? യെസ്. അപ്പൊ ആ ഷോപ്പിൽ പോയപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങൾ അപ്പൊ എനിക്ക് തോന്നുന്നു അത് കുഞ്ഞുങ്ങൾക്ക് അത് വേറൊരു രീതിയിൽ പറഞ്ഞു തരണമെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യരുത്, ഹർട്ട് ചെയ്യുകയും ചെയ്യരുത്, എന്നാൽ ഈ കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പൊ ഇത് മറ്റുള്ളവരും മനസ്സിലാക്കണം. അപ്പൊ ഇതിനിടയ്ക്ക് ചില പോയിന്റുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരും. അപ്പൊ ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമല്ലോ, സക്സസ് ആവണമല്ലോ. സക്സസ് ആവണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അത് നമുക്ക് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളേ അല്ല. വിദ്യാഭ്യാസം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇതെല്ലാം അരിച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് മനസ്സിലാകും. വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇതെല്ലാം ഫിൽട്ടർ ചെയ്ത് എടുക്കുകയും ചെയ്യാം. എന്നാൽ ഡയറക്റ്റ് വിദ്യാഭ്യാസവുമായിട്ട് ഇതൊരു ബന്ധവും ഇല്ല. അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ സ്വപ്നം ഉണ്ടായിരിക്കണം. ഈ സ്വപ്നം വേറൊരാളോട് പറയാൻ വേണ്ട. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മുടെ സ്വപ്നം ശബ്ദമില്ലാത്തതായിരിക്കണം. പഠിച്ചോ? നമ്മുടെ ജീവിതത്തിലെ സ്വപ്നം എങ്ങനെ ആയിരിക്കണം? ശബ്ദമില്ലാതിരിക്കുന്നതായിരിക്കണം. ആരോടും പറയണ്ട. അത് കൃത്യമായി നിങ്ങളുടെ ശബ്ദം. പക്ഷെ ഈ സ്വപ്നം വരുമ്പോ ഒരു പ്രശ്നമുണ്ട്. സ്വപ്നം വരുമ്പോ അപ്പൊ നിങ്ങളൊരു ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരു പ്ലാൻ എന്ത് ചെയ്യാൻ തയ്യാറാക്കും. മനസ്സിലാവുമല്ലോ? അപ്പൊ നിങ്ങള് ഒരു ലക്ഷ്യം കാണുന്നു, ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കും. അപ്പൊ രാവിലെ തൊട്ട് ആ പ്ലാൻ, നിങ്ങളുടെ അടുത്തൊരു ലക്ഷ്യവും കയറി പ്ലാനുമായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, റിജക്ട് ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും? റിജക്ട് ചെയ്യാം. ആരെ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വേണ്ടാന്ന് നോക്കും. ഇപ്പൊ നടക്കുന്ന പല കൂട്ടുകാരെയും വേണ്ടാന്ന് നോക്കും. പല തോട്ട് പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കും. അത് അന്നേരം ഇപ്പം സമയം കൊല്ലുന്ന കാര്യങ്ങളിൽ നിന്ന് പതുക്കെ മാറാൻ തുടങ്ങും. ഇപ്പോ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഫേസ്ബുക്ക് വരച്ചോണ്ടിരിക്കുന്നു. നമ്മൾ പക്ഷെ അതെന്ത്, ഫേസ്ബുക്ക് നോക്കത്തില്ലെന്നല്ല, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കത്തില്ലെന്നല്ല, അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ തുടങ്ങും. ഈ ലക്ഷ്യത്തിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്യും. എല്ലാ റീലുകളും കടന്ന് വരയ്ക്കാൻ നിൽക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പതുക്കെ ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് നമുക്കൊരു ഫീലുണ്ട്, ഒരു വികാരമുണ്ട് നമുക്ക് എല്ലാവർക്കും. മനസ്സിലാവുന്നോ? ഉണ്ടോ? ഇച്ചിരി ഇങ്ങോട്ട് നടക്കാം, നല്ല കാണും. എന്താ വികാരം? എല്ലാവർക്കും ഉണ്ട്. ഈ വികാരങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എല്ലാരോടും തുറന്നു പറയണ്ട. എന്ത്? എല്ലാരോടും വികാരങ്ങൾ തുറന്നു. ഈ വികാരങ്ങൾ എല്ലാരോടും തുറന്ന് പറയരുത്. മനസ്സിലായോ? അപ്പം നമുക്ക് ഏകാന്തതയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതാണ് ഇതിന്റെ വേറൊരു ടെക്നിക്ക്. എന്ത് ചെയ്യും? ഏകാന്തത ഉണ്ടല്ലോ, ഈ ഏകാന്തത നമ്മുടെ ഒടിഞ്ഞു വരും. കാരണം എന്താ? നമ്മൾ പല കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു, പല സൗഹൃദങ്ങൾ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏകാന്തതയെ ഇഷ്ടപ്പെടാൻ തോന്നും. മനസ്സിലായോ? കുഞ്ഞിപ്പോഴേ ഏകാന്തത ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായോ? അപ്പൊ ഏകാന്തതയെ പിന്നെ നമുക്കൊരു ഭയം തോന്നത്തില്ല. മനസ്സിലാണോ? അപ്പൊ നിശബ്ദമായി വളരാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ തുടങ്ങും. എന്നിട്ട് അത് നിങ്ങളങ്ങ് ഫിൽട്ടർ ചെയ്യുക. ഇത് വേണോ, ഇത് ഇങ്ങനെയാണോ ഈ തീരുമാനം എടുക്കണ്ടേ? മനസ്സിലായോ? കൃത്യമായി നിങ്ങൾ നിങ്ങളെ പറ്റി ഇവാലുവേഷൻ കൊടുക്കാൻ തുടങ്ങും. ഐഡിയ കിട്ടുന്നോ? അത് നിങ്ങളുടെ ഒരു പോയിന്റാ. നിങ്ങൾ എന്റെ കൂടെ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാനല്ലേ. മനസ്സിലായോ? അപ്പൊ ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാം. ഇതിന്റെ ക്യാമറയിലോട്ട് നിങ്ങൾ നോക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റണം. അതൊരു വലിയ വിദ്യാഭ്യാസമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്പീഡിൽ നടക്കും, എന്റെ കൂടെ ഓടി വന്നാൽ. അപ്പം നിശബ്ദമായി വളരണം. സമയക്രമം കൃത്യമായി പാലിക്കണം. എന്ത് ചെയ്യണം? സമയക്രമം കൃത്യമായി പാലിക്കണം. സമയക്രമം എന്ത് ചെയ്യണം? കൃത്യമായി പാലിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ അതാണ്ടാ പറയുന്നത്, പപ്പ പറയുന്നത്, സ്കൂളിൽ നിന്ന് വന്ന, മനസ്സിലായോ? സ്കൂളിൽ നിന്ന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് സമയമൊക്കെ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ എടുക്കണം. നിങ്ങൾ വൈകിട്ട് എത്ര മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്നേ? 4 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നു. വീട്ടിൽ കയറി ഒരു 4:30 ആകുമ്പോഴത്തേക്ക് കുളിക്കാൻ കയറണം.
5 മണിയാകുമ്പോഴത്തെ ആ പരിപാടി എല്ലാം കഴിയണം. കൃത്യമായി 5 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിക്കാൻ തുടങ്ങിയിരിക്കണം. 5 മണി തൊട്ട് എത്ര മണി വരെ? 7 മണി വരെ അങ്ങ് പഠിക്കണം. നിങ്ങളുടെ ഒരുവിധമുള്ള എല്ലാ കാര്യവും നടക്കും അന്നേരത്തേക്ക്. അപ്പൊ ഈ 7 മണിക്കകത്ത് നമ്മുടെ പുസ്തകം വായന നടത്തി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കണം. വേണോ? മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന എന്തിനാന്നൊക്കെ ഉള്ളത് ഇപ്പൊ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കരുത്താക്കാനാണ്. മനസ്സിലായോ? അപ്പൊ എന്തോ ചെയ്യണം നമ്മള്? എന്തോ പറഞ്ഞേ? സമയക്രമം കൃത്യമായി പാലിക്കണം. പുസ്തകം വായിക്കുന്നതിനെ, പഠിക്കുന്നതിനെ, കളിക്കുന്നതിനെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം റോബോട്ടിക് ആവുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അത് മാറാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം. പക്ഷെ അതെല്ലാം നിങ്ങളുടെ പ്ലാനിൽ പോണം. മനസ്സിലാവുന്നു? അത് മാറ്റരുതെന്നല്ല, ദിനം പ്രതി ഒരു പുതിയത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു സാധനം, ദൈനംദിനം പഠിക്കണം. എന്തോ ദൈനംദിനം? ഇന്ന് എന്തെങ്കിലും പഠിച്ചിരിക്കണം. ഇന്നിപ്പോ നമ്മുടെ എന്തോ പറയുന്നേ, ഇന്ന് നമുക്കിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോ എത്ര കാര്യം പഠിച്ച് മനസ്സിലാവുന്നു? എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം. സംശയമുണ്ടോ? ഇപ്പൊ നമ്മള് പള്ളിയിൽ വെച്ചിട്ട് ഫോൺ മറന്നുപോയി. നമ്മൾ ഫോൺ എന്ത് ചെയ്യണം? കൃത്യമായി ആ കൊണ്ടുവരുന്ന സാധനത്തോടുള്ള നമ്മുടെ അതെന്താ മറക്കുന്നതെന്ന് അറിയാമോ? ഇനി തൊട്ട് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതൊരു പുസ്തകം തന്നെ ഉണ്ട്. ലീവ് അറ്റ് പ്രസന്റ്. എന്തോ ലീവ് അറ്റ് പ്രസന്റ്? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുളിക്കാൻ പോകുമ്പോഴേ സോപ്പ് ഇടുന്ന എവിടാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളൊക്കെ എങ്ങനെ ഇത് വരരുത്. ആ വെള്ളം ഒഴിക്കുന്നത് നിങ്ങളുടെ ദേഹത്താണെന്ന് തോന്നണം, അല്ല പോത്തിന്റെ ദേഹത്താണെന്ന് തോന്നരുത്. നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം? ആഹാരം കഴിക്കുമ്പോൾ എന്താ പറയാ? ആസ്വദിച്ച് കഴിക്കണോടെ. അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റണം. നമുക്ക് എന്താ അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നത്? കാരണം നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുന്നുണ്ടാണ്. മനസ്സിലാവുന്നോ? പിന്നെ ഒരു 90% ആൾക്കാർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എനിക്കെല്ലാം അറിയാം. എന്താ? എനിക്കെല്ലാം അറിയാം. യഥാർത്ഥത്തിൽ എല്ലാം അറിയാൻ ആർക്കും പറ്റത്തില്ലെന്ന് പപ്പ തെളിയിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നു? അതുകൊണ്ട് നമ്മുടെ അറിവ് ലിമിറ്റഡ് ആണെന്ന് ആലോചിക്കണം. നമ്മുടെ അറിവുകൾ എത്ര വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈനംദിനം നമ്മുടെ അറിവ് കൂട്ടിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇനി പണം നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം? സമ്പാദിക്കണം. പണത്തിന് എന്ത് ചെയ്യണം? കൃത്യമായി സമ്പാദിക്കണം. അതിന് കാരണം പണം എന്ത് ചെയ്യരുത്? കുറച്ച് പണം കിട്ടിയാൽ ആ പണം നിങ്ങൾ എന്ത് ചെയ്യരുത്? അതായത് ഒഴുക്കില്ലാത്ത എന്നെ ഒന്നും ചെയ്യലടാ. ആണോ? അവൻ വാലാട്ടുന്നില്ലല്ലോ കേട്ടോ. എന്തായിരുന്നു? ഇപ്പൊ നമുക്ക് പണം കൂട്ടി വെച്ചു, അല്ലെ പണം ബാങ്കിൽ കൊണ്ടിട്ടാ ചെറിയൊരു വളർച്ച ഉണ്ടാവും. മനസ്സിലാവുന്നോ? പണം പക്ഷെ അവിടെ ഇടാനുള്ളതാണോ? അല്ല, പണം നിക്ഷേപിക്കാനുള്ളതാ. എന്തോ? പണം റിസ്ക് എടുക്കുമ്പോൾ ഇരട്ടിക്കുന്ന സാധനമാണ് പണം. ഇരട്ടിക്കല്ല, റിസ്ക് കൂടുന്നതനുസരിച്ച് 100 മടങ്ങ് വർദ്ധിക്കും. ഐഡിയ കിട്ടിയോ? ഈ വെള്ളത്തിന് ഒഴുക്കുണ്ടായോണ്ട് ആ വെള്ളം എന്ത് ചെയ്യും? അതിലുള്ള മാലിന്യങ്ങളും എല്ലാം ഒഴുകി പോവും. അതിലുപരി ആയിരക്കണക്കിന് ആൾക്കാർക്ക് എന്തോ ആയി മാറും? പ്രയോജനമായി മാറും. ഡൗട്ടുണ്ടോ? ഇതിവിടെ കെട്ടിക്കിടന്നാലോ? പണം ഇതേ അവസ്ഥയാണ്. മനസ്സിലായോ? പണം ഉപകാരപ്രദമാകേണ്ട സാധനമാണ്. പണം സമ്പാദിക്കപ്പെടേണ്ട. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ അന്ന് പറഞ്ഞുകൊണ്ട് ചെലവിൽ ഒരു ഡിസിപ്ലിനും വേണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ ചെലവിനകത്തൊരു ഡിസിപ്ലിനും വേണം. മനസ്സിലായോ? പിന്നെ ഈ ചെലവിലൊരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ചൈന, അതോടൊപ്പം തന്നെ ഇസ്രായേല്, അമേരിക്ക തുടങ്ങിയ സ്കൂളിലെ കുട്ടികളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുമ്പോൾ വീട്ടുകാർ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. മനസ്സിലാവുന്നോ എന്ന് ചോദിച്ചാൽ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇസ്രായേലിലെ കുട്ടികളെയൊക്കെ ഒരു 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഒരു 50 രൂപ അങ്ങ് കൊടുക്കും. അങ്ങനെ 50 രൂപ കൊടുത്തിട്ട് നല്ലൊരു ബേക്കറി കയറ്റി അങ്ങ് കൊടുക്കും. എന്നിട്ട് പറയും, ഇത്രയും സാധനമൊക്കെ മേടിച്ചോണ്ടോടെ. മനസ്സിലാവുന്നു? അപ്പൊ എന്ത് ചെയ്യും? അവന് കൃത്യമായ രീതിയിൽ അതെങ്ങനെയാണ് ആ പൈസ ഉപയോഗിക്കുന്നതെന്നും അവന്റെ കയ്യിലെ പൈസയെ പറ്റി. ഇതാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് രണ്ട് കുഞ്ഞിന് ആദ്യം ആ ഷൂ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ? അത് അപ്പൊ നിങ്ങള് വ്യത്യസ്തരായ കൺസെപ്റ്റിലേക്ക് മാറണം. അയ്യോ, നമ്മുടെ അപ്പുറത്തെ വീട്ടില് ചേച്ചി ഇതല്ലല്ലോ ഉപയോഗിച്ച, അത് നിങ്ങളുടെ വിഷയമല്ല. അതാ പറയാൻ പറ്റുന്നത്. എന്ത് ചെയ്യണം? മാറ്റത്തെ ഉൾക്കൊള്ളാൻ പഠിക്കണം. എങ്ങനെ? ഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരണം.
യെസ് വിദ്യാഭ്യാസം സോഷ്യൽ മീഡിയയിലുള്ള വിദ്യാഭ്യാസമാണെങ്കിൽ ആ വിദ്യാഭ്യാസം സോഷ്യൽ മീഡിയ എപ്പോഴും പിന്നെ നിങ്ങളുടെ സക്സസ് എന്നും ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കണ്ട. മനസ്സിലാവുന്നു? അപ്പൊ കേട്ടോ, നമ്മൾ ഈ ആവശ്യമുണ്ടെന്ന് നമ്മൾ തോന്നുന്നത്, നമ്മൾ 100 കാര്യങ്ങൾ നമ്മുടെ പഠനത്തെ PhD പറ്റി നമ്മൾ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടുവോ? പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണ്ട, അങ്ങനെ തന്നെ വേണ്ടാന്ന് വെച്ചാൽ മതി. വേണമെന്ന് തോന്നുന്ന സാധനം അത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി. മറ്റൊരാൾക്ക് നമ്മളിൽ അസൂയ വർദ്ധിക്കുന്ന ഒരു സാധനം ഇടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇടാതിരിക്കുകയും ചെയ്യരുത്. അത് നിങ്ങളെ വിൽക്കേണ്ട സാധനം നിങ്ങൾ വിൽക്കുകയും വേണം. പിന്നെ നമ്മുടെ ആരോഗ്യം സൂക്ഷിച്ചോണം. എന്തോ ആരോഗ്യം, അത് യാതൊരു മാറ്റവും ഉണ്ടാവരുത്. വിജയം പൂർണ്ണമാവുന്നതിന് മുമ്പ് ആഘോഷിക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? ഏത് സാധനവും സമയത്ത് ചെയ്യാൻ പഠിക്കണം. എന്ത് ചെയ്യണം? സമയത്ത് ചെയ്യാനും പഠിക്കണം. മനസ്സിലായോ? പിന്നെ ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ടത് പരാജയത്തെയാണ്. എന്തോ ഒരു 7 വട്ടം പരാജയപ്പെട്ട 8ാമത്തെ ദിവസം രാവിലെ ചാടി എഴുന്നേറ്റ് ചെയ്യാൻ തുടങ്ങിക്കോണം. ചെയ്യുന്നവനെ പരാജയപ്പെടും, ചെയ്യുന്നവനെ ജയിക്കൂ. രണ്ടും ശരിയാണോ? അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള റിലേഷൻഷിപ്പ് എടുക്കണം. ഒരു കാരണവശാലും നമുക്ക് ആവശ്യമില്ലാത്ത റിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം ഉള്ളവനോ ഇല്ലവനോ എന്നൊന്നും അല്ല അതിനർത്ഥം. നമ്മളോട് അയാൾ എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. മനസ്സിലാവുന്നോ? അപ്പൊ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തോ ഉണ്ടാവണം? പുരോഗതി ഉണ്ടാവണം. മനസ്സിലായോ? നമ്മുടെ ആത്മവിശ്വാസം വളർത്തേണ്ടത് എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ? നിശബ്ദമായിട്ടാണ്. എങ്ങനെ? നിശബ്ദമായിട്ട് നമ്മുടെ ആത്മവിശ്വാസം വളർത്തണം. വളർച്ചയിൽ നമുക്ക് ആരോടും എന്ത് വേണ്ട? പ്രതികാരവും വേണ്ട, അസൂയയും വേണ്ട. മനസ്സിലാവുന്നോ? കഠിനാധ്വാനം ചെയ്യണം. എന്ത് ചെയ്യണം? കഠിനാധ്വാനം. ആരും ഇല്ലാത്തപ്പോ എപ്പോഴാ? ആരെയും കാണിച്ചല്ലേ കഠിനാധ്വാനം ചെയ്യേണ്ടത്. മനസ്സിലായോ? വാക്ക് പാലിക്കണം. അടുത്തെന്ത്? കുറച്ചു നേരോടെ നടന്നിട്ട് എന്ത്? വാക്ക് ശ്രദ്ധിക്കണം. ഈ പോയിന്റ്സ് ഇതിനകത്ത് ഇത്രയും പോയിന്റ് പറഞ്ഞ് ശ്രദ്ധിച്ചോ. ഇത് വളരെ ഇമ്പോർട്ടന്റാ. ചേട്ടാ ചായ എടുത്തോ? അതാ വരുന്നത്. പന്നിയുണ്ടോ നോക്കട്ടെ അവിടെ. മനസ്സിലായോ? വാക്കുകൾ വളരെ, വെള്ളം കണ്ടോ? വാക്കുകൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ശബ്ദമില്ലാത്ത ശക്തിയായിരിക്കണം നമുക്ക് വരുന്നത്. പുറത്ത് സാധാരണയായിട്ട് നമുക്ക് എന്തോ ചെയ്യണം? നമുക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ലേലും അകത്ത് നമ്മൾ അസാധാരണമായി വളരണം. എന്ത് ചെയ്യണം? അകത്ത് വളരണം. എവിടെ വളരണ്ടേ? അപ്പൊ ഒരു വിധം പോയിന്റ്സ് മനസ്സിലായോ? ഇതെല്ലാം എന്താ? നിങ്ങൾ ആരോടും പറയാതെ ചെയ്യേണ്ട കുറെ കർത്തവ്യങ്ങൾ അപ്പൊ പറഞ്ഞു പഠിച്ചോ? മനസ്സിലായോ? ഇനി അടുത്ത എന്തോന്ന് ചോദിച്ചാ ഞാൻ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് എന്തുണ്ടാവണം? തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. എന്തുണ്ടാവണം? തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടാവണം. രണ്ടാമത് എന്ത് പറഞ്ഞേ? ഏകാന്തത നമ്മളോടൊപ്പം ഉണ്ടാവണം. മനസ്സിലായോ? നമ്മൾ ഏകാന്തതയെ പ്രണയിക്കാൻ തുടങ്ങണം. മനസ്സിലായോ? ഏകാന്തത വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ സെൽഫ് പ്രൊഡക്റ്റീവ്. നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കും. മനസ്സിലായോ? ഏകാന്തത എന്ന് പറയുന്നത് എന്താണ്? പക്ഷെ വേറെ കാര്യമുണ്ട്. മന്ദപ്പടിച്ചു പോകരുത്. മനസ്സിലായോ? ആ ഏകാന്തതയിൽ നമ്മൾ നശിച്ചു പോകരുത്. നമ്മളത് സ്വയം കേൾക്കാൻ വേണ്ടി നമ്മുടെ വളർച്ചയ്ക്കും വേണ്ടി ആയിരിക്കണം. അതായത് നമുക്ക് പിന്നെ നിശബ്ദത വേണം. അതായത് നമുക്ക് കേൾക്കാൻ തയ്യാറാവണം. എന്ത് ചെയ്യണം? കേൾക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. നിശബ്ദത എപ്പോഴും നമ്മളെ ഉയർത്തും. എന്ത് ചെയ്യും? നിശബ്ദത നമ്മളെ എപ്പോഴും ഉയർത്തും. പിന്നെ പപ്പ അന്നേരം പറഞ്ഞ സമയം പാഴാക്കരുത്. നല്ല വെള്ളം തോട്ടി കയറി അങ്ങോട്ട് വെച്ചാൽ അതങ്ങ് പോവും. അടുത്ത ഒരു പോയിന്റ് പറഞ്ഞതോ? സമയം പാഴാക്കരുത്. നമുക്ക് എന്ത് വെള്ളം ഉണ്ടെന്ന്. ഇനി യഥാർത്ഥത്തിലെ റിയൽ ഗൺ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? മനുഷ്യന്റെ ജീവിതത്തില് എന്തോന്നറിയാമോ? അറിയാമോ? അറിവാണ്. എന്തോ പണ്ടത്തെ പുസ്തകങ്ങളിൽ പറയുന്നത് എന്തോ പറയുന്നത്? റിയൽ ഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനമാണ് റിയൽ ഗൺ. അത് പറയുന്നത് ബൈബിളിൽ പറയുന്നതാണ്. മനസ്സിലായോ? പുതിയ കാര്യം എന്തെന്ന് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തോണം. മനസ്സിലായോ? നമുക്കൊരു വികാരം നമ്മുടെ തീരുമാനത്തെ ബാധിക്കരുത്. മനസ്സിലായോ? നമ്മുടെ ഒരു വികാരം എന്ത് ചെയ്യരുത്? നമ്മുടെ തീരുമാനത്തെ. ചിലർക്ക് എന്താ ചെയ്യുന്നറിയാം? വൈകാരികതയും കൂടും. ഒരാൾ കരയുമ്പോൾ പോയി ചേരുന്ന കരഞ്ഞ് അവന്റെ ജീവിതം അങ്ങ് തുലയ്ക്കും. മനസ്സിലായോ? നമുക്ക് അതിന്റെ ആവശ്യമില്ല. അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? പിന്നെ പണത്തിന്റെ കാര്യം പറഞ്ഞു. പണം എന്ന് പറഞ്ഞ് കെട്ടിക്കിടക്കാൻ ഇടവരരുതെന്ന് പറഞ്ഞു. ഒഴുകണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അത് വെള്ളം പോലെ ആവണമെന്ന് ഞാൻ പപ്പ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? തോൽവിയെ ഭയപ്പെടരുത്.
മനസ്സിലായോ? Yeah. ഒരു വട്ടം തോറ്റ് അടുത്ത വട്ടം തോക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ജയിക്കാൻ വേണ്ടി ചെയ്യും. അന്നേരം അവിടെ എന്തോ ചെയ്യും? ജയിക്കാൻ വേണ്ടി ചെയ്യുമ്പോ എന്തോ ചെയ്യും? പിന്നെയും തോൽക്കും, പിന്നെയും ജയിക്കാൻ വേണ്ടി. മനസ്സിലായോ? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. പരിശ്രമം അല്ലാതെ അങ്ങ് കൃത്യമായ കോൺഫിഡൻസോടെ അങ്ങ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മാറ്റത്തെ ഉൾക്കൊള്ളണം. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യണം? മാറ്റത്തെ ഉൾക്കൊള്ളണം. ചിലരുടെ ഏറ്റവും വലിയ പ്രശ്നം അത്. മനസ്സിലായോ? നമ്മളൊരു കാര്യം ആലോചിക്കണം. വെള്ളത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. വെള്ളം എന്തോ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടാൽ അതായിരിക്കും വെള്ളത്തിന്റെ ആകൃതി. ആണോ? ആ ഒരു ശാന്തത അതിനെപ്പോഴും ഉണ്ട്. നേരെ മറിച്ച് പാറയെ കീറി മുറിച്ച് അത് വേണമെന്നുണ്ടേ വരും. മനസ്സിലായോ? ഇതാണ് മാറ്റത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മനസ്സിലായോ? നിങ്ങൾ നിശബ്ദരായി എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഇതെന്നല്ല, അച്ചടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മനസ്സിലാവുന്നു? എപ്പോഴും പിന്നൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറയാൻ വിട്ട ഒരു പോയിന്റ് കേട്ടോ, ഇതോടെ നമ്മൾ ചിന്തിക്കണം. ആന്തരിക വിളി ഉണ്ടാവണം. മനസ്സിലായോ? എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ ആത്മാവ് നമ്മളോട് പറയും ഇത് ചെയ്യണോ വേണ്ടയോ. പറയോ? ഇമ്പോർട്ടൻറ്റ്. എന്ത് ചെയ്യണം? നമ്മുടെ ആന്തരിക വിളിയെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? നമ്മളെ ശക്തരാക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇത് നമ്മുടെ വിജയത്തിന് നമ്മൾ പുറത്തു പറയരുത്. ഇതൊന്നും ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി പുറത്തു പറയാതിരിക്കേണ്ടതായ വലിയ തന്ത്രങ്ങളാണ് ഇതൊക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ ഓക്കെ ചേട്ടാ, ഒരു ചായ 2 ഹോർലിക്സ്. നിനക്ക് വേണോടെ? ചോദിച്ചു. നീ ചായ കുടിച്ചില്ലല്ലോ, അപ്പൊ 2 ചായ വെച്ചോട്ടെ. അയ്യോ, അങ്ങനെ അതൊരു കാര്യവും പറയാൻ വിട്ടുപോയി. ഒരു മധുരം ഇട്ട ചായ, ഒരു മധുരം ഇടാത്ത ചായ, 2 ഹോർലിക്സ്. വേണ്ടേ? എന്നാ ഓക്കെ, വെരി ഗുഡ്. അന്നേരം എന്തോ ഒരു ഹോർലിക്സ് മതി. അപ്പം എന്തായിരുന്നു ഇപ്പം പറഞ്ഞ? മാതാപിതാക്കളോട് നമ്മുടെ എന്തോ പറയാവോന്ന്? 101% പറയാം. ആരാണോ നിങ്ങളുടെ നല്ല സുഹൃത്ത്, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആൾ ആരുണ്ടോ അവരെ കൂടെ നിർത്തിക്കൊള്ളുക. അവരോട് അവിശ്വസിക്കുകയേ വേണ്ട. എന്ത് കാര്യവും പറഞ്ഞോളൂ. അത് അപ്പനായാലും അമ്മയായാലും. അമ്മയും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ 100% പറയണ്ട. അപ്പനെ കൊള്ളത്തില്ലെന്നുണ്ടെങ്കിലും പറയണ്ട. മനസ്സിലായോ? 100%. കാരണം നമ്മുടെ സ്വപ്നത്തിന് തടസ്സം നിൽക്കുന്ന ആരെയും നമുക്ക് വേണ്ട. ആ സ്വപ്നം നിങ്ങളുടേതാണ്, ആ മാറ്റം നിങ്ങളുടേതാണ്, ആ മാറ്റം നിങ്ങളാ ഉൾക്കൊള്ളുന്നത്. ആണോ? നമുക്കൊരാള് നമ്മുടെ അമ്മച്ചിക്ക് വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ വിദ്യാഭ്യാസം ഉണ്ടോ? സോഷ്യൽ മീഡിയയും അതും ഇതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടോ? അമ്മച്ചി പക്ഷെ എന്തോ ചെയ്യും? 1980 കാര്യം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വഴങ്ങി കുടിക്കുന്ന കാര്യം പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? അമ്മച്ചിയെ കേൾക്കാതിരിക്കരുത്. കേട്ടിട്ട് അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, എവിടെങ്കിലും പ്രസംഗിക്കാൻ നേരം ഉപയോഗിക്കുക. എൻ്റെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നും എങ്ങനെയാണെന്നു? ഇന്നത്തെ വിദ്യാഭ്യാസം ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു സുഹൃത്തുക്കളോട് പറയണമെന്ന് വെച്ചാൽ 100% നിങ്ങൾക്ക് സുഹൃത്തുക്കളോട് പറയാം. എങ്ങനെ? ആ സുഹൃത്ത് നിങ്ങൾക്ക് അത്ര അഭേദ്യമായ ഒരാളാണെങ്കിൽ. ഇനി പറയണോ? ഐഡിയ കിട്ടിയോ? അപ്പടെ ഗ്ലാമർ ഇച്ചിരി കൂടിയോടാ. ബട്ട് അതൊരു ഈഗോയ്ക്ക് കാരണമാകുകയും അത്തരത്തിൽ വലിയൊരു ക്ലാഷ് സംഭവിക്കാനും കാര്യമാകത്തില്ല. മീൻസ് ആരോടെങ്കിലും പറഞ്ഞാലോ? ഒരു ഈഗോ നമ്മുടെ മൈൻഡിലേക്ക് വരും, അവരുടെ മൈൻഡിലേക്ക്. ഞാൻ പറയാം. ബെൻസൺ ആരൊക്കെയായിരുന്നു നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ? ബെൻസാലും അവന്മാര് 2 അവന്മാരായിരുന്നു. റൈറ്റ് ബ്രദേഴ്സ് 2 ആയിരുന്നു. ജാക്മയുടെ കൂടെ ഉള്ളത് 18 പേരാണ്. ലുലുമാളുടെ കൂടെ 50 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. മനസ്സിലാവുന്നു? അതൊന്നും നിങ്ങൾ നോക്കണ്ട. മനസ്സിലായോ? നിങ്ങൾക്ക് നല്ലൊരാളാണെന്ന് തോന്നി അയാളുടെ കൂടെ കൂടി ഒരു കാലത്ത് അയാൾ മാറുവാണെങ്കിൽ അയാളുടെ ഷെയറും കൊടുത്ത് പറഞ്ഞു കൊടുക്കുക. ഡിവോഴ്സ് പോലെ എന്നും ഭർത്താവിനെ ചുമക്കരുത്. കൃത്യമായ സമയത്ത് നിന്നെ ഒരു ഇടി ഇടിച്ചാൽ നീ 2 ഇടി കൊടുക്കാൻ വേണ്ടി പ്രാപ്തരായിരിക്കണം. ഓക്കെ, താങ്ക് യു.